പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനക്കാരായ തൃശൂർ മാജിക് FC ആണ്. 7 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 1 സമനിലയും 2 തോൽവിയുമായി 13 പോയിന്റാണ് അവർക്കുള്ളത്. ഏതായാലും 13 പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ കാലിക്കറ്റിനൊപ്പം തൃശൂരും ഏറെക്കുറെ സെമി ഫൈനൽ ഉറപ്പിച്ച മട്ടാണ്. കഴിഞ്ഞ സീസണിൽ 13 പോയിന്റ് ഉണ്ടായിരുന്ന തിരുവനന്തപുരം സെമിയിലേക്ക് മാർച്ച് ചെയ്തിരുന്നു. പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കൊമ്പൻസിനും പ്ലേ ഓഫ് സാധ്യത കൂടുതലാണ്. 4 റൗണ്ട് മത്സരങ്ങൾ തീരുമ്പോൾ 5ാം സ്ഥാനത്തായിരുന്ന കൊമ്പൻസ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ജയിച്ചാണ് 3ലേക്ക് കുതിപ്പ് നടത്തിയിരുന്നത്. നിലവിൽ 7 മത്സരങ്ങൾ തീർന്നപ്പോൾ 3 ജയവും 1 സമനിലയും 3 തോൽവിയുമായി 10 പോയിന്റാണ് അവർക്കുള്ളത്. 4ാം സ്ഥാനത്തുള്ള മലപ്പുറം FC ആണ് പ്ലേ ഓഫ് കടക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടീം. 6 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 3 സമനിലയും 1 തോൽവിയുമായി 9 പോയിന്റാണ് അവർക്കുള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന് ഇതേ പോയിന്റുള്ള കണ്ണൂർ വാരിയേഴ്സിനും സാധ്യതയുണ്ട്. മലപ്പുറത്തിന് +3 ഗോൾ വ്യത്യാസമുള്ളത് ഗുണം ചെയ്യുമെന്ന് മാത്രം. സീസണിൽ കാലിക്കറ്റിലെ അജിസലിനൊപ്പം ടോപ്പ് സ്കോറർ റണ്ണിൽ ഒപ്പമുള്ള ജോൺ കെന്നഡി നിരയിലുള്ളത് മലപ്പുറത്തിന് കോൺഫിഡൻസ് ഏറ്റും. ഇനിയുള്ള തങ്ങളുടെ മത്സരങ്ങൾ കൂടുതലും ഹോം ഗ്രൗണ്ടിലാണ് എന്നതാണ് കണ്ണൂരിന്റെ പ്ലസ് പോയിന്റ്. അതേസമയം 7 മത്സരങ്ങളിൽ നിന്ന് ജയം പോയിട്ട് 1 സമനില പോലും നേടാനാവാതെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തുള്ള ഫോഴ്സ കൊച്ചിക്ക് ഇനി സാധ്യതകളൊന്നും അവശേഷിക്കുന്നില്ല. ഏതായാലും ആകെ 10 മത്സരങ്ങളുള്ള ഗ്രൂപ്പ് റൗണ്ടിൽ കണ്ണൂരിനും മലപ്പുറത്തിനും 4 മത്സരം വീതവും തിരുവനന്തപുരത്തിനും കാലിക്കറ്റിനും 3 മത്സരവുമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ഓരോ ടീമിനും നിർണായകമാകും.